എല്ലാം നമ്മുടെ പ്ലസ് ആണ്. നമുക്കെല്ലാം നമ്മുടെ പ്ലസ് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കണ്ടില്ല, എനിക്ക് മുടിയില്ല, എല്ലാവരും എന്നെ കഷണ്ടിയാണെന്ന് പറയും. പക്ഷെ ഞാനത് എന്റെ ഒരു മൈനസ് ആയിട്ട് കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാനത് എന്നെ ബോധർ ചെയ്യുന്ന പോലുമില്ല. ഞാൻ ആ ചോദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ രജനീകാന്ത് സാറിനെ എടുത്തു കഴിഞ്ഞാല് സാറിങ്ങനെ അങ്ങനെ ഒരു സ്റ്റൈൽ കോൺഷ്യസ് ഒന്നും അല്ല, പക്ഷെ എന്താ ആരാധകര് എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് മലയാളത്തിൽ സിദ്ദിഖിക്ക. ഒന്ന് അങ്ങേറ്റത്തും ഒന്ന് ഇങ്ങേറ്റത്താണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയല്ലേ, അവനവനെ അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെ പുകഴ്ത്താനായിട്ട് നമ്മൾ മാത്രമേ അപ്പൊ നമ്മളെ പുകഴ്ത്താനായിട്ട് നമ്മൾ മാത്രമായി പോകുമ്പോൾ നമ്മൾ മാത്രമേ പുകഴ്ത്തുള്ളൂ. നമ്മളെ പുകഴ്ത്തിയില്ല എങ്കിൽ ബാക്കി ഒരുപാട് പേര് പുകഴ്ത്തിക്കും. അത് ചേട്ടന്റെ തെറ്റിദ്ധാരണയാന്ന് എനിക്ക് തോന്നണേ. അങ്ങനെയല്ല, നമ്മളെ പുകഴ്ത്താതിരുന്നാൽ വേറെ ഒരുപാട് പേര് പുകഴ്ത്തും. നമ്മളെ പുകഴ്ത്തേ ചെയ്യരുത്. അതാണല്ലേ. അപ്പൊ ചേട്ടൻ അങ്ങനെ എല്ലാം പറയുമ്പോ ഞാനിങ്ങനെ എളിമയോടും വിനയത്തോടും ഇങ്ങനെ ഇരിക്കുന്നേ. എളിമ വിനയം എന്നൊക്കെ പറഞ്ഞത് നല്ല സ്വഭാവമാണ്. അതിനെ മോശമായിട്ട് കാണുക വേണ്ട. ഒരു മനുഷ്യർ അത്യാവശ്യം വേണ്ടതാണ് എളിമ വിനയം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. അല്ലാണ്ട് അതുള്ള ആളുകൾ മോശക്കാരായിട്ട് കാണണ്ട. ഒരിക്കലുമില്ല. എന്നാലും ഈ പൊതുവെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പരമാവധി ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് മാറി മാറി നിൽക്കും. നമ്മുടെ PRO നിവൃത്തിയില്ലാതെ, PROയുടെ കോൾസ് നിവൃത്തിയില്ലാതെ എങ്ങനെയെങ്കിലും ശല്യം ഒന്ന് ഒഴിവാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെയല്ല, പലപ്പോഴും ഇന്റർവ്യൂകൾക്ക് വരാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിനൊരു കാരണം ഉണ്ടാവില്ല. നമ്മൾ ഈ എപ്പോഴും ആളുകളുടെ മുമ്പിൽ വന്നിരുന്ന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ തന്നെ വിചാരിക്കില്ല, ഇയാൾ എപ്പോൾ നോക്കിയാലും ഈ ഓൺലൈനിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് ആളുകൾക്ക് തന്നെ മുഷിയും. നമ്മൾ തന്നെ ബോറടിപ്പിക്കരുതല്ലോ ആളുകളെ കൊണ്ട്. പിന്നെ മറ്റൊന്ന്, ഞാൻ മറ്റു പലരുടെ ഇന്റർവ്യൂകൾ ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പൊ എനിക്ക് ചിലരുടെയൊക്കെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ഇങ്ങനെ തോന്നും, അയ്യോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ന് തോന്നും. അപ്പൊ ഞാൻ അവരോട് അത് പറയാൻ പാടില്ല എന്നൊന്നും പറയില്ല. പക്ഷെ ഞാനും പോയിരുന്നാൽ ഇതുപോലെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമോ, അങ്ങനെ എനിക്കൊരു ഒരു ഭയം എപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ കഴിയുന്നത്ര അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പിന്നെ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. നമുക്കിപ്പോ പലരോടും നമുക്ക് നോ പറയാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അബിത തന്നെ എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പക്ഷെ മടുത്തിട്ടല്ല വന്നത്. അപ്പൊ എങ്കിൽ പോലും ഞാൻ പിന്നീട് അതിനൊരു സമയം കണ്ടെത്തി വരും. എങ്കിലും എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ സിനിമയിൽ മാത്രം ആളുകൾ കാണണം എന്നാണ്. ഞങ്ങളുടെ ജോലി പോകില്ലേ, വേറെ ആളുകളുണ്ടല്ലോ, ഞാനില്ലെന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ എല്ലാരും ചിന്തിച്ച് ഞങ്ങളുടെ പണി പോയില്ലേ. അതല്ല, അതിനപ്പോ വേറെ എന്തെങ്കിലും പണികൾ കണ്ടെത്തും. അതെ, അതല്ലേ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മഹാവീരൻ ഒരു എക്സ്പെരിമെന്റൽ മൂവി അല്ല എന്ന് ആദ്യമേ എല്ലാവരും പറഞ്ഞതാണ്. ഇപ്പൊ നിവിൻ പോളി ആണെങ്കിലും എബ്രിഡ് ഷൈൻ ആണെങ്കിലും രണ്ടുപേരും പറഞ്ഞു ഒരു എക്സ്പെരിമെന്റൽ മൂവിയേ അല്ല. പക്ഷെ ചേട്ടനാണ് അതിനകത്ത് ഭയങ്കര ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. സിനിമ ഞാൻ കണ്ടില്ല, ആത്മാർത്ഥമായിട്ട് പറയാം. പക്ഷെ ഞാൻ ഉടൻ കാണും, കാരണം എനിക്ക് വളരെ നല്ല പോസിറ്റീവ് റിവ്യൂസ് കേൾക്കാൻ സാധിച്ചൊരു പടമാണ്. അത് എന്ത് അടിസ്ഥാനത്തിലായിരിക്കും മഹാവീരൻ എന്ന് പറയുന്ന ഒരു സിനിമ സിദ്ദിഖിക്ക തെരഞ്ഞെടുത്തത്? ഞാൻ തിരഞ്ഞെടുത്തതല്ല,